ഹലോ. വളരെ ചെറിയ ഒരു പൈസയിൽ നമുക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോയാലോ? അങ്ങനെയുള്ളൊരു ട്രിപ്പ് പോയ ഒരു വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. ഞങ്ങൾ പോയത് ഞാനും എൻ്റെ 3 കട്ട ഫ്രണ്ട്സും കൂടെ ഞങ്ങൾ പോയത് വിയറ്റ്നാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അടിപൊളി സ്ഥലമാണ്. എന്താ പറയുക, എല്ലാവർക്കും അറിയുന്നതാണ്. അവരുടെ ടൂറിസം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഡെവലപ്പായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെൻസ് കുറവാണ്. അവരുടെ പൈസക്കും മൂല്യം കുറവാണ്. അവർ തൗസൻഡ്സ് മില്യൺ എന്നൊക്കെയാണ് പറയുക. പക്ഷേ ആ മില്യണൊക്കെ നമ്മളെ ഇന്ത്യൻ ക്യാഷിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയ പൈസയേ ഉള്ളൂ കേട്ടോ. അവിടെ എന്താ പറയുക, 100 ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൗസൻഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 എന്ന് പറയുന്നത് നമ്മളെ 357 റുപ്പീസേ ഉള്ളൂ കേട്ടോ, ഇന്ത്യൻ റുപ്പീസ്. എല്ലാത്തിനും ആ ഒരു പൈസയേ ഉള്ളൂ. നമ്മൾ റൂം റെൻ്റ് ആയാലും ഫുഡായാലും എവിടെ ടാക്സി വിളിച്ച് പോകുന്നതായാലും എല്ലാത്തിനും വളരെ പൈസ കുറവാണ്. നമുക്ക് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരു യൂറോപ്യൻ സിറ്റിയൊക്കെ പോലത്തെ ഒരു സിറ്റി തന്നെയാണ്. അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ പാക്കേജ് ആയിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 4-5 ദിവസത്തെ ട്രിപ്പായിരിക്കും എല്ലാവരും ഒരു പാക്കേജ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ ഒരുപാട് സ്ഥലം ഇൻക്ലൂഡ് ചെയ്യാണ്ട് 1-2 സ്ഥലം മാത്രം ചൂസ് ചെയ്താൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. തിരക്കിട്ട് എല്ലാം ഒരു 3-4 സ്ഥലം നമ്മൾ കവർ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ശരിക്കും അങ്ങ് കാണാൻ വേണ്ടി പറ്റൂല, അതിനുള്ള ടൈം കിട്ടൂല. പിന്നെ യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് നമ്മൾ അതേ വൈബിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ട്രിപ്പ് പോയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയുള്ള കാഴ്ചകളോ അല്ലെങ്കിൽ എന്താ പറയുക, ആ സ്ഥലത്തിൻ്റെ അതോ ഒന്നുമല്ല നോക്കേണ്ടത്. നമ്മളെ കൂടെ വരുന്ന ആൾക്കാരാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഒരു യാത്ര പോയാലാണ് നമുക്ക് എല്ലാവരെയും ഒന്ന് മനസ്സിലാക്കാനും പറ്റും കേട്ടോ. എപ്പോഴും പറയുന്നതാണ്, ഒരു ദൂരയാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ തനി സ്വഭാവം നമുക്ക് മനസ്സിലാവുന്നു. പണ്ടേ പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അത് എപ്പോഴും ഒരു നല്ലതാണ്. ഈ ദൂരയാത്ര കഴിഞ്ഞ് വന്നാൽ നമുക്ക് ഓരോരുത്തരുടെയും ആ ഒരു സ്വഭാവം എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ എപ്പോഴും സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടെ വരുന്നവരെ അത്രയും നല്ല കട്ട ചങ്ക്സും അതുപോലെ തന്നെ നമ്മൾ അതേ വൈബിലുള്ള ആൾക്കാരെയും സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ യാത്ര ചെയ്താലാണ്, ഒരുപാട് യാത്രകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് സ്ഥലത്തുള്ള കൾച്ചർ മനസ്സിലാക്കാനും സ്വഭാവങ്ങൾ മനസ്സിലാക്കാനും എല്ലാം തിരിയുക. എന്നാലാണ് നമ്മളെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ മനസ്സൊക്കെ ഒരു കുടിലതാണ് വരിക. എല്ലാത്തിനും ഒരു എന്താ പറയുക, ഒരു പുച്ഛിച്ച് തള്ളുന്ന ഒരു സ്വഭാവമാണ് വരിക. യാത്രകൾ എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ്. പിന്നെ നമ്മളെ ബാധ്യതകൾ തീരട്ടെ അല്ലെങ്കിൽ കുറച്ച് പൈസ വരട്ടെ എന്നിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് നിന്നാൽ ഒരു യാത്രയും ഒരിക്കലും നടക്കൂല കേട്ടോ. എപ്പോഴും യാത്ര പോകാനുള്ള ആഗ്രഹമുള്ള ആൾക്കാർ അവരുടേതായ സമയവും പൈസയും എല്ലാം കണ്ടെത്തുക, എൻജോയ് ചെയ്യുക.